സമീപകാലത്ത് ഈ കറുപ്പിന്റെ നമ്മൾ തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട്. ഈ കറുപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ അടുത്ത കാലത്തുണ്ടായ കുറേ വിവാദങ്ങൾ, 2-3 വിവാദങ്ങൾ ജാസി ഗിഫ്റ്റിന് ഉൾപ്പെടെയുള്ള ആളുകളുടെ തുടർച്ചയായിട്ട് വന്നു. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ കുറച്ച് മാറി, എല്ലാ സാഹചര്യത്തിലും ഒന്ന് പൊരുത്തപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്നത് കേട്ടപ്പോൾ എന്തായാലും അതൊരു ഷോക്കായിട്ടുണ്ടാവും അല്ലേ ആ സാഹചര്യം? ഇത് ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ട്. ഇപ്പം ഇപ്പോൾ ഇത് ഓപ്പണായിട്ട് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് തിരിച്ച് ആർക്കും ഒരു എന്താണ് ബാക്ക് സ്റ്റാബായിട്ടും ആരും ഇതൊന്നും ഗണിക്കുന്നില്ല. ഇത് ആക്ച്വലി ഇത് പണ്ട് മുതലേ ഉള്ളതാണല്ലോ. ഇത് നമ്മളെല്ലാവരും കാണുന്ന ഒരു പ്രോസസ്സാണ്. ഗ്ലോബലി ഉള്ള ഏറ്റവും വലിയ പ്രോസസ്സുകളൊന്നാണ് അത്. ഇപ്പം ഇവിടെ ഇതിങ്ങനെ വെളിയിൽ വന്നു എന്നുള്ളൊരു നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് പ്രധാനമായിട്ടും എന്താണ് ഒരു ബേസിക് ഒരു ഫ്രസ്ട്രേഷൻ്റെ ഒരു സംഭവം വെളിയിൽ വന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഇതങ്ങ് എടുത്താൽ മതി. അത് നമ്മൾ കലാഭവൻ മണിയെ പോലെയുള്ള അത്രയും വലിയൊരു നടൻ്റെ അനിയൻ, അപ്പോൾ അദ്ദേഹം നേരിടുന്ന ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ. ആ ഒരു ഘട്ടത്തിൽ ജാസി ഗിഫ്റ്റിൻ്റെ ആ ഒരു ഇഷ്യൂ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു വിഷയം ഒക്കെ വരുന്നത്. എല്ലാം ഒരേ സമയത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് സംസാരിക്കുന്നു ഈ വിഷയങ്ങളെ കുറിച്ചല്ലേ, നമുക്ക് അതിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പോഴൊക്കെ ജാസി ഗിഫ്റ്റ് എന്നൊരു ഗായകനോട് അല്ലെങ്കിൽ സംവിധായകനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് പലപ്പോഴും അതിനോട് വിട്ടു നിൽക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? നമുക്കതിനെ കുറച്ചും കൂടി ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ സംഗീതം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി പറയാൻ തോന്നാതിരുന്നത്? പലരും ഈ ക്വസ്റ്റ്യൻ എന്നോട് നേരത്തെ ചോദിച്ചാൽ ഞാനും പണ്ട് പോലെ എനിക്ക് റിയാക്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റി പലപ്പോഴും റിയാക്ട് ചെയ്താൽ നമ്മൾ ഒറ്റപ്പെട്ടു. അത് തീർച്ചയായിട്ടും നമ്മൾ വളരുന്നൊരു സിറ്റുവേഷനും ഇല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം അതുപോലെയാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ കൗണ്ടറായിട്ട് വരുന്ന ഒരു സംഭവം, നമ്മളൊരു ശത്രുവായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റിയത് മാക്സിമം എതിർക്കാതിരിക്കുക. നമ്മൾ അവിടെ നിന്ന് ഉൾവലിക്കുക. കാര്യം നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെല്ലാം ഒത്തിരി ദൂരെയല്ല, ഏറ്റവും അടുത്ത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പണ്ട് പോലെ അങ്ങനെയാണ്. അത് ആക്ച്വലി ഞാൻ വളർന്ന സാഹചര്യവും അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് പണ്ട് പോലെ നമ്മൾ അനുഭവിക്കുന്ന സംഭവങ്ങളും ഇതെല്ലാമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇതിനകത്ത് പിന്തിരിഞ്ഞ് നിൽക്കുക എന്നുള്ളൊരു സ്വഭാവം, അത് ഞാൻ നേരത്തെ ഒത്തിരി കാര്യങ്ങളിൽ അങ്ങനെ വളരെ റിയാക്ട് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ ഒറ്റപ്പെടുന്ന ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് കുറച്ച് സമയം പാർഷ്യലായിട്ട് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യാൻ കാണും. ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് നാസർ, ഞങ്ങൾ ഇന്നലെ ഈ സംഭവം പറഞ്ഞതേ ഉള്ളൂ. അപ്പം പല പല കാര്യങ്ങളിലും അറ്റാക്ക് ചെയ്യുക എന്നതിനെക്കാട്ടിലും എന്താണ് ബാക്കിൽ നിന്ന് നമ്മുടെ കാര്യം നോക്കുകയാണ് ആക്ച്വലി നല്ലതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി ഉള്ളൊരു കാര്യമാണല്ലോ കല എന്ന് പറയുന്നത്. കലയെ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്, ഏത് തരത്തിലുള്ള കലയാണെങ്കിലും. അപ്പം നമ്മളൊരു ഇടപെടൽ, നമ്മളൊരു കലാകാരനാവുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ കുറച്ചും കൂടി സമൂഹത്തോട് ഒരു ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അതവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ വരുന്നൊരു സാഹചര്യം വരുന്നു. നമ്മളെപ്പോലുള്ള ആളുകളല്ലേ അത് കൂടുതൽ പറയേണ്ടത് എന്നുള്ളൊരു ചോദ്യം. പ്രധാനമായിട്ടും ഒരു ആരെയും ഹേർട്ട് ചെയ്യാതെ പോകണം എന്നുള്ളൊരു ബേസിക് ഒരു സംഭവം ഞാൻ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. അതുകൊണ്ട് വിവാദങ്ങളിൽ നിന്ന് പണ്ടും ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാറുണ്ട്. അതിപ്പം സാധാരണ ഈ ഒരു ഇപ്പോഴും വന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ആക്ച്വലി നേരത്തെ മുതലേ ഉള്ള പാട്ടുകൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഓരോ രീതിയിലുള്ള അറ്റാക്ക് വരാറുണ്ട്. അത് റേഷ്യലായിട്ടും അവർ ഡിഫൈൻ ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടും വരാറുണ്ട്. അതെല്ലാം പാട്ടിൽ കൂടെ ഈ പാട്ടിൻ്റെ ഒരു സംഭവത്തിൽ അങ്ങനെ വന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു സമയം നമ്മുടെ എല്ലാം റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതുകൊണ്ട് നമ്മൾ ഒരു മനമെടുപ്പ് നമുക്ക് തോന്നിപ്പോവും. അപ്പം അത് കാരണമാണ് കൂടുതലും ഒത്തിരി കാര്യങ്ങളിൽ ഓപ്പണായിട്ട് ഞാൻ എതിര് പറയുകയോ ഇല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റ് ഇതവരുടെ കോൺസെപ്റ്റ് അവർക്ക് ചിലപ്പോൾ ഇതായിരിക്കും അവരുടെ സ്വന്തം. പിന്നെ ഇതിനൊന്നും നമുക്ക് ക്ലാസ് എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം നമ്മുടെ റൂട്ട്സിലെ ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇത് പണ്ട് മുതൽ ഇന്നുണ്ട്. ഇന്നിപ്പോൾ ഇത്
പുറത്ത് പറയുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ.